നമസ്കാരം മാഷേ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയവരുടെ മലയാളികളുടെ മനസ്സിലേക്ക് കമ്മ്യൂണിസത്തിൻ്റെ ആശയങ്ങൾ നിറച്ച പലരെയും അതുപോലെ തന്നെ ആ പാർട്ടിയിലേക്ക് ആനയിച്ച ഒരു പാർട്ടി ഭഗവാൻ കാലുവാരുന്നു തുടങ്ങിയ നാടകങ്ങളുടെ ആവിഷ്കാരത്തിന് വേണ്ടിയും അതുപോലെ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് തുടങ്ങിയ നാടകങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോൾ കേവലം ഏറെക്കുറെ നിർദോഷമായിട്ടൊരു പാരഡിയുടെ പേരിൽ അത് മറ്റാർക്കുമില്ലാത്ത ഒരു വാദമുന്നയിച്ചുകൊണ്ട് അതിനെതിരെ പടപ്പുറപ്പാട് നടത്തി എന്നുള്ളതാണ് അത്ഭുതാവഹമായിരിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അതിനെതിരെ പടപ്പുറപ്പാട് നടത്തേണ്ടത് സംഘപരിവാർ സംഘടനകളാണ്. അതിനകത്തിൽ മതനിന്ദ ആരോപിച്ചുകൊണ്ട് അവർക്കൊരു പ്രതിഷേധവുമില്ല. അവർ സന്തോഷിക്കുകയും അവർ ഏറ്റുപാടുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ഗാനം. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസി മലയാളിയായ ഒരാൾ എഴുതിയ ഒരു ഗാനം. ആ ഗാനം പാരഡിയായി ഹിറ്റായി. പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന ശബരിമലയിലെ കൊള്ളയെക്കുറിച്ച് വളരെ സരസമായിട്ട് പ്രതിപാദിക്കുന്ന, ഇന്നിപ്പോൾ ശ്രീനിവാസൻ നമ്മളോട് വിട പറഞ്ഞ ദിവസമാണ്. അത്തരം ഒരു നർമ്മം, നിർദോഷവുമാണ് ഒരു സന്ദേശവും ഉള്ളതുമായിട്ടുള്ള നർമ്മം ഉള്ള ഈ ഒരു ഗാനത്തിനെ ഇങ്ങനെ ഇട്ട് വേട്ടയാടിക്കൊണ്ട് ആ ഗാനരചയിതാവിനെതിരെ കേസെടുത്തുകൊണ്ട് അത് മതനിന്ദ ഉണ്ടാക്കുന്നെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ MLA-മാരും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും തന്നെ പറയുമ്പോൾ പാർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു എന്നല്ലേ? അതെ, അത് പാർട്ടിൻ്റെ കുഴപ്പമല്ല, അത് പാർട്ടിയുടെ കുഴപ്പമാണ്. പാർട്ടി അല്ലാതെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശ്രീനിവാസൻ്റെ കാര്യം പറഞ്ഞു. ശ്രീനിവാസൻ നമ്മളുടെ വിട പറഞ്ഞു. പക്ഷേ ശ്രീനിവാസൻ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന ഡയലോഗുകൾ അതൊരു കാലത്തും കേരളത്തിൽ നിന്ന് വിട പറഞ്ഞു പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടാകുന്ന വലിയ തരത്തിലുള്ള ജീർണതകൾ വളരെ കൃത്യമായിട്ട് നൽകിയ ഒരു സിനിമയായിരുന്നു സന്ദേശം എന്ന് പറയുന്നത്. ശവത്തിന് വരെ പിടിവലി നടന്നത് നമ്മൾ കണ്ടതാണ്. ആ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പോറ്റിയെ കേറ്റി എന്ന് പറയുന്ന പാട്ടിനകത്തുമുള്ളത്. യഥാർത്ഥത്തിൽ അതൊരു പാരഡിയാണ്. ആ പാരഡിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്വർണം കെട്ടത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് വളരെ കാരണം ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊക്കെ ആരാണ്? പത്മകുമാറും അതുപോലെ വാസുക്ക് എന്ന് പറഞ്ഞ കൊടിയ സഹാക്കളല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അങ്ങനെ പറയും, കളിയാക്കും. മാത്രമല്ല, ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സറ്റയറായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് നമുക്ക് അംഗീകാരം കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജനാധിപത്യ സംവിധാനമായിട്ട് മാറാൻ പറ്റും? നമ്മൾ കുഞ്ഞൻ നമ്പ്യാരുടെ പാരമ്പര്യം തുടരുന്നവരല്ലേ. അത് അദ്ദേഹം നടത്തിയ ക്രിറ്റിസിസം, വിമർശനങ്ങൾ എന്നൊക്കെ പറയുന്നത് എത്ര രസകരമായിട്ട് ആസ്വദിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ആ സമൂഹത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് അവരെ വല്ലാതെ അപഹാസ്യരായിക്കളും. അത് മാത്രമല്ല, ഞങ്ങളൊക്കെ ഈ SFIയുടെ പ്രവർത്തകരൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ബ്രത്ത് എന്ന് പറയുന്ന ജർമ്മൻ കവി, വിമർശകൻ, കമ്മ്യൂണിസ്റ്റുകാരൻ, അന്ന് അദ്ദേഹം ഹിറ്റ്ലർക്കെതിരെയായിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ള ഒരുപാട് ലേഖനങ്ങളും കവിതകളും നാടകങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നമുക്കറിയാം. അപ്പം അന്ന് ഹിറ്റ്ലറുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ കത്തിക്കലാണ്. പുസ്തകങ്ങൾ കത്തിച്ചളയും എന്നുള്ളതാണ്. ഇതൊക്കെ സ്വേച്ഛാധിപതികളുടെ മതവാദികളുടെയും പ്രശ്നമാണ് പുസ്തകം കത്തിക്കുക എന്ന് പറഞ്ഞതിൻ്റെ. ഈ ഗ്രന്ഥം മതനിന്ദ ഉള്ളതാണ്, കത്തിക്കുക എന്ന് പറഞ്ഞാൽ കത്തിക്കുകയാണ് ചെയ്തത്. അപ്പം മതനിന്ദ ആരോപിച്ച് ആരെയും ഉപദ്രവിക്കുന്ന ഒരു രീതി സാറിനറിയാം എന്നെനിക്ക് തോന്നുന്നത്. ജോസഫ് സാറിൻ്റെ കൈവെട്ടിയെടുത്തില്ലേ? അതെ, മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ പേര് കൊണ്ട് അതിങ്ങനെ 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഈ കൈ കൊണ്ടാണ് നീ എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ നബിയെ അപഹസിച്ചത്, മതനിന്ദ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെട്ടിയെടുത്തുകൊണ്ട് പോയി. ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്കെതിരെ ശക്തമായ നിലപാട് എടുത്തിട്ടുള്ള ഒരു സമൂഹമാണ് കേരള സമൂഹം. അതിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരിങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അവരുടെ തലമണ്ട തന്നെ തകരുന്ന അവസ്ഥയിലെത്തിയത് കൊണ്ട് മാത്രം ചെയ്തൊരു കാര്യമാണ്. വിമർശനം ശക്തമായിട്ട് വന്ന സമയത്ത് അതൊക്കെ മാറി, ഒക്കെ ഇട്ടും പോയി അല്ലേ? ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ, അത് കാരണം ഈ മുൻകാലങ്ങളിൽ ഇങ്ങനെ വിമർശനം വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ള നേതൃത്വം അതിനുണ്ടായിരുന്നു. ഇന്ന് അതില്ല. തലക്ക് വെളിയില്ലാത്തവന്മാർ അവിടെ കയറിയിരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ, കുറേ ഉപദേശികളാണല്ലോ ഇതിനെ
ഉപജാപകരും ഉപദേശികളുമാണ് ഇപ്പോൾ ഈ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് കഴിയുമ്പോഴാണ് പാർട്ടി സഹാക്കൾ ഞെട്ടണത് എന്താണ് എന്ന്. അവർ ഒച്ചയുണ്ടാക്കും. അവരൊച്ചയുണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇവരെടുത്ത് തീരുമാനം ഉപേക്ഷിച്ചിട്ട് പോയിക്കളെ. എത്രയോ കേസുകളിലാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇതിന് സമാനമായിട്ടുള്ളൊരു സംഭവം ഞാൻ കാണുന്നത് വളരെ വളരെ പണ്ട് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത്, അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് PK മന്ത്രി ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ട്, സാർ ഓർക്കുന്നൊന്നും അറിയത്തില്ല. തോന്നല്ലൂർ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനും കൂടിയായിരുന്നു അദ്ദേഹം. നല്ല ഒന്നാം തരം വരയായിരുന്നു, നല്ല നർമ്മവും ഇതുപോലെ. അപ്പോൾ മുഹമ്മദ് ഖോയെ വിമർശിച്ച് എന്തോ ഒന്ന് വന്നു എന്ന് പറഞ്ഞതിന് പിന്നിൽ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടു. സ്കൂളിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു. നല്ലൊരു മനുഷ്യനാണ് മുഹമ്മദ് കോയ, നല്ല നർമ്മരസികനും. ആ നർമ്മരസികനായിട്ടുള്ള ആ മന്ത്രി തന്നെ ആ ഒരു നിമിഷം തനിക്കെതിരെ വന്നപ്പോൾ അറംഗസീബിനെ പോലെ ഇദ്ദേഹത്തിന് പിരിച്ചുവിട്ടു. കാരണം എന്താ പറഞ്ഞതെന്നറിയോ? അധ്യാപകൻ ഇങ്ങനെ കാർട്ടൂൺ നർമ്മം ഇങ്ങനെ വിതരണം ചെയ്യാൻ പാടില്ലെന്നുള്ള കാരണം പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞ പോലെ ഒരു നടപടിയാണ് ഒരു പ്രവാസി മലയാളി. നമ്മളയാളെ ബഹുമാനിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ഈ പോസ്റ്റ് ഓഫീസ് എക്കണോമിയുടെ പേരിൽ ബഹുമാനിക്കേണ്ട ഒരു മനുഷ്യനെ നിന്ദിക്കുക. നല്ലൊരു പാട്ട് എഴുതിയ നെഹ്റു ശങ്കറിനോട് പറഞ്ഞു, ഡോണ്ട് സ്പെയർ മീ ശങ്കർ, പ്ലീസ് ഡോണ്ട് സ്പെയർ മീ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വരച്ചോളൂ, നിങ്ങൾ എഴുതിക്കോളൂ. ആ നർമ്മം നമ്മൾ ആസ്വദിക്കുകയല്ലേ വേണ്ടത്. അതെ, നെഹ്റുവിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതൊക്കെ അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞത്. നിങ്ങൾ എന്നെയും വിമർശിക്കൂ എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ആളുകളൊക്കെ വളരെ പിക്മി മൈൻഡഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ വിമർശിച്ച് കഴിഞ്ഞാൽ അത് അപകടമായിട്ട് മാറിത്തീരും. ആ രീതിയും സമൂഹം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. സമൂഹം തന്നെ അതിനെ ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് അതിശക്തമായിട്ടുള്ള എതിർപ്പുകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, അതിൽ നിന്ന് പിൻവലിഞ്ഞു പോയി. അത്ര മാത്രം രക്ഷ. കാരണം ഞാൻ കാണുന്ന ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നമ്മൾ ചിലപ്പോൾ ഇതുമാതിരിയുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളും കൊണ്ടുവന്നാൽ അവരത് കേൾക്കണമെന്നില്ല. ഇവർക്ക് കേൾക്കാൻ പറ്റും. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം അതിൻ്റെ പേരിലാണ്. കേരളത്തിൽ ആരായി കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങളുടെ ഒരു വിമർശനാത്മകമായിട്ടുള്ള മുഖവും കരുത്തും ഏത് ഭരണാധികാരിയും ചോദ്യം ചെയ്യാൻ കഴിയുന്ന. അതുകൊണ്ടാണല്ലോ ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കിടന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തെ ഇവർ തോൽപ്പിച്ചത്. മതി, നിങ്ങളുടെ ഈ തരം ഭരണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള കരുത്ത് കാണിച്ചു എന്നുള്ളതാണ്. അത് ആവശ്യമാണ്. പാർട്ടിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വിമർശനവും സ്വയം വിമർശനവും അതിൻ്റെ കാതലായിട്ട് എടുത്താണ്. അതൊക്കെ എടുത്താൽ കളഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണ്. ഒരു വിഷയത്തിനാണ് അല്ല, നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ആൻഡ് ഇവിടെ പിന്നെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ആളുമായിട്ടുള്ള ഒരു മുൻ MLA-യും ആയിട്ടുള്ള റാന്നി MLA ആയിരുന്ന അദ്ദേഹത്തിൻ്റെ രാജു എബ്രഹാം എന്ന് പറയുന്ന ആൾ, ആ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും എല്ലാവരും പിൻവലിച്ചു. പക്ഷേ വേറൊരു കുഴപ്പമായിരിക്കുന്നു. പന്തളം രാജകുടുംബം, ഇപ്പോഴത്തെ രാജകുടുംബാംഗം അല്ലല്ല, അതാ കേസല്ല. രാജപ്രതിനിധിയുമായിട്ടുള്ള ഒരു കമ്മിറ്റി, അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടി അംഗവുമാണ്. അദ്ദേഹത്തിൻ്റെ പുറപ്പാട് കേസല്ല, നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ പാട്ട് അയച്ചു കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മാറിയിട്ടില്ല പാർട്ടി. അപ്പോൾ കേസെന്ന് പറഞ്ഞാൽ അത് കേസ് ഈ ക്വാഷ് ചെയ്യും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുക. അവർക്ക് ഭാഷ അറിയില്ലല്ലോ ഇതിൻ്റെ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മതത്തിൻ്റെ സ്വാധീനം എന്നുള്ള ഒരു വകുപ്പ് വെച്ചിട്ട്, വളരെ ഗുരുതരമായ ഒരു വകുപ്പ് വെച്ച് ശിക്ഷിക്കാനുള്ളൊരു പാര കൂടെ നടക്കുന്നുണ്ട്. നമ്മളതും കാണാതിരുന്നു. അത് പക്ഷേ അതൊക്കെ ഇതോടുകൂടി ഇത്തരം വിമർശനം ശക്തമായിട്ട് ഉയർന്നതോടെ അതൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് പൊതുവെ ഒരു ധാരണ. കമ്മിറ്റിയുടെ തീരുമാനം, പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, പോലീസിനും കൊടുത്തിരിക്കുന്നത്, പാർട്ടി എന്തായാലും അതിനകത്ത് പിൻവാങ്ങി. പാർട്ടി അബൌട്ട് ടേൺ അടിച്ചു. പാർട്ടിയുടെ വേറൊരു കാര്യമുണ്ട്. ഇവിടുത്തെ കുഴപ്പം സങ്കീർണത എന്ന് പറഞ്ഞാൽ പന്തളം രാജ കുടുംബമാണ്. അവരെന്ന് പറഞ്ഞാൽ ഈ തിരുവാഭരണം സൂക്ഷിക്കുന്നവരും പന്തളം രാജാവ് ആണ്. പിന്നെ ശബരിമല ധർമ്മശാസ്താവിൻ്റെ വളർത്തച്ഛൻ എന്നുള്ള സങ്കല്പം വെച്ചുകൊണ്ട് അവർ രാജപ്രതിനിധികളായിട്ട് പോകുന്നവരാണ്. അപ്പോൾ അവരിത് മതപരമായിട്ട് അയ്യപ്പനെ നിന്ദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കേസ് വരികയാണ്. കാരണം അദ്ദേഹം പാർട്ടിക്കാരനല്ലാതെ തന്നെ അദ്ദേഹത്തിന് കേസിന് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. അങ്ങനെ ഒരു അപകടം ഇവിടെ പതിയിരിപ്പുണ്ട്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ടാണോ ഈ പിന്മാറ്റം, ഈ മറ്റൊരു പാര മറ്റു വശത്തൂടെ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ സശ്രദ്ധം. അതല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അങ്ങനെ അതിനെ വിഴുങ്ങുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ ഭാവിയില്ല കേരളത്തിൽ. അതെ, CPM-നെ ജനങ്ങൾ വിഴുങ്ങും. ജനങ്ങൾ പറയും, ജനങ്ങൾ വിഴുങ്ങും. അപ്പം അതുകൊണ്ട് അവരത് ഇട്ടച്ച് ഓടി
മനസ്സിലായി. അതാണ് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഓ സമ്മതിച്ചെന്നും പറഞ്ഞിട്ട് ഇതിൽ മറ്റൊരു കാര്യം കൂടെ മാഷ് കാണണം. സംഘപരിവാർ സംഘടനകൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഞങ്ങളുടെ ദൈവത്തെ നിന്ദിച്ചു എന്നും പറഞ്ഞ് ചുമ്മാ ആവശ്യമില്ലാത്ത പ്രകോപനങ്ങളെ മതനിന്ദയും മതവിദ്വേഷമൊക്കെ ഉണ്ടാകും. ഈ പ്രാവശ്യം അവർ നല്ല വിവേകം കാണിച്ചു. ഒരു ഒറ്റ ആൾ പോലും പരാതിപ്പെട്ടെന്ന് മാത്രമല്ല അവർ കൂടി ഏറ്റുപാടുക. മറ്റൊരു വശം കൂടി അല്ല, ഒരു കാര്യം കൂടെ, അടിസ്ഥാനപരമായിട്ട് ഹൈന്ദവമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലെ നടന്ന കൊള്ളയെക്കുറിച്ച് കേരളത്തിലെ ഒരു അന്യമതസ്ഥൻ ദുഃഖം പ്രകടിപ്പിക്കുകയും പാട്ടെഴുതുകയും അവന് പ്രചോദനമായി അത് തീരുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മണിമുഴക്കം. അല്ല, ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇങ്ങനെ ഒക്കെ നമുക്ക് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാം എന്നുള്ള ഒരു സന്ദേശം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിൽ അത് അവസാനിക്കുന്ന സന്ദേശം തന്നെയാണ്. ശ്രീനിവാസനെയും ഓർത്തുകൊണ്ട് ആ സന്ദേശം എന്നുള്ളത് നമുക്കൊന്നുകൂടി ആവർത്തിച്ച് പറയാം. ABC-ക്ക് ഒരു ദേശീയ ചാനലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടുണ്ടാവില്ല. നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ ചാനൽ ഒരു ഹിന്ദി ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.